പ്രതി പട്ടികയിൽ ഉൾപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. സംഭവവുമായി ബന്ധപ്പെട്ട് 2 എഫ്ഐആറുകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ആരോപണ വിധേയരായ ദേവസ്വം ഉദ്യോഗസ്ഥരെയുമാകും ആദ്യം ചോദ്യം ചെയ്യുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തും. ഇവിടെ സ്വർണം ഉരുക്കി കടത്തിയെന്നാണ് വിലയിരുത്തൽ. സന്നിധാനത്ത് പരിശോധനയ്ക്ക് കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് KT ശങ്കരന്റെ പരിശോധന ഇന്നും തുടരുകയാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം അന്വേഷിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എത്തും. ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇഡിയുടെ നീക്കം. ഡാൻ കുര്യനും ശശിനാരായണനും ഒപ്പം ആജ്ഞ രവീന്ദ്രനും വിവരങ്ങളുമായി ചേരും. എന്തായാലും വലിയ തരത്തിൽ പരിശോധന നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിന്ന് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നേട്ടമാകും എന്ന് കരുതിയ ഇടത് സർക്കാരിന് ലഭിച്ച വലിയ തിരിച്ചടിയാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. നമ്മൾ ഇന്നലെ വിജിലൻസ് റിപ്പോർട്ട് കണ്ടതാണ്. അതിൽ വളരെ വ്യക്തമായി ഭരണസമിതിയുടെ വീഴ്ചകൾ എണ്ണി പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് ന്യൂസ് 18 തന്നെയാണ് പ്രേക്ഷകരിലേക്ക് ആദ്യം പുറത്തുവിട്ടത്. എന്തായാലും ശബരിമലയിൽ കൊള്ളക്കാരെ തന്നെയാണ് കാവലേൽപ്പിച്ചത് ഒന്നാം പിണറായി സർക്കാർ എന്നതിലേക്ക് തന്നെയല്ലേ ഓരോ ദിവസവും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ കണ്ട 25 പേജുള്ള വിജിലൻസ് റിപ്പോർട്ട് അതേറെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? പ്രത്യേകിച്ചും ഇന്നും അമിക്കസ് ക്യൂറിയുടെ പരിശോധന തുടരുന്നുണ്ട് ശബരിമലയിൽ. വലിയ രീതിയിലുള്ള പരിശോധനകൾ ശബരിമലയിൽ നടക്കുന്നു. ജസ്റ്റിസ് KT ശങ്കരന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് പരിശോധന. ഏതായാലും 2 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന പരിശോധന 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്നും പരിശോധന തുടരുകയാണ്. രജിസ്റ്ററുകൾ, മഹസറുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശബരിമലയിൽ ഏകദേശം ഈ നേരത്തെ ഉള്ള രേഖകളൊക്കെ അതെല്ലാം പൂർണ്ണമായി പരിശോധിക്കുക. ഒപ്പം ഈ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണം കൊണ്ടുവന്നിട്ടുള്ള, അതായത് ഈ ദാരുപാലകളുടെ ശില്പങ്ങൾ, അതുപോലെ തന്നെ അതിൽ സ്വർണം പൂശിയുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം കുറവ് വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഈ പരിശോധനയുടെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹൈക്കോടതിയുടെ പ്രത്യേകിച്ച് നിരീക്ഷണത്തിൽ ഈ പരിശോധന നടക്കുന്നത്. എന്തായാലും KT ശങ്കരൻ ഇന്നലെയും ഇന്നുമായി പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി പരിശോധന തുടരുന്നുണ്ട്. സ്ട്രോങ് റൂം തുറന്നാണ് പരിശോധന. ഈ ചെന്നൈയിൽ നിന്ന് എത്തിച്ച ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളിയിലെ കുറവ് സ്വർണ്ണത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ നേരത്തെ പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഈ മഹസറുകളും രേഖകളും രജിസ്റ്ററുകളും എല്ലാം പരിശോധിക്കുന്നത്. എന്തായാലും ഇതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം ആറന്മുളയിലെ സ്ട്രോങ് റൂം കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രധാന സ്റ്റോറൂമാണ് ഈ സ്ട്രോങ് റൂമാണ് ആറന്മുളയിലുള്ളത്. ആറന്മുളയിലെ സ്ട്രോങ് റൂമിലും പരിശോധന നടത്തും. അവിടുത്തെ രേഖ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് എന്തായാലും ഹൈക്കോടതിക്ക് സമർപ്പിക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇത് പ്രതികളായ സാഹചര്യമുണ്ട്. ദേവസ്വം ബോർഡും സംശയത്തിന് നിലയിൽ നിൽക്കുന്നതെന്നാണ് ദേവസ്വത്തിന്റെ വിജിലൻസിന്റെ റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അടിമുടി ദുരൂഹത ഈ സ്വർണം കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ പരിശോധിക്കാൻ കഴിയുന്നത്. 8ഓളം പ്രതികൾ, പ്രാഥമിക ഘട്ടത്തിൽ 8ഓളം പേരെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. 2019 നടന്ന കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ, അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. അത് പ്രധാനമായും ഈ സ്വർണ്ണപ്പാളി പിന്നീട് ചെമ്പുപാളിയാകുന്നു. ആ ചെമ്പുപാളിയാകുന്നതിന്റെ കാര്യത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥനായ മുരാരി ബാബു, ഒപ്പം ദേവസ്വം സെക്രട്ടറി JC അടക്കമുള്ള ആളുകൾ വലിയ വീഴ്ചകൾ വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബോർഡിന് അറിയാതെ ഇത്തരം ക്രമക്കേട് നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണമെന്നുള്ള സംശയത്തിന്റെ നിഴലിൽ ആണ് ഈ റിപ്പോർട്ടുള്ളത്. അത് പ്രതിസ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടാകുന്നത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ഇതെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. കൃത്യമായി ഈ ഇതിനകത്ത് ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം വിജിലൻസിന്റെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എവിടെയാണ്, ആരാണ് ഇത്തരത്തിൽ ഈ ക്രമക്കേട് നടത്തിയിട്ടുള്ളത്, ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന പ്രതിയാണെങ്കിൽ തന്നെ അതിനുവേണ്ട സഹായങ്ങൾ ആര് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇത് ദേവസ്വം ഉദ്യോഗസ്ഥർ തന്നെ അവരുടെ നേതൃത്വത്തിലാണോ അതോ ബോർഡിന് ഇത് കൃത്യമായി അറിയാമായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇത് റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. ഭവ്യ, ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഭക്തി മാഫിയെ പോറ്റി വളർത്തിയത് ദേവസ്വം ബോർഡ് എന്ന് വെളിപ്പെടുകയാണോ? ഇയാളെ ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ആര്, എപ്പോഴൊക്കെ, എവിടെ, എന്തൊക്കെ കട്ടു എന്നതിലേക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ.
ഭവ്യ, ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. പക്ഷേ ഈ 2 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തത് ക്രൈംബ്രാഞ്ചാണ് പിന്നീട് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രത്യേക സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആദ്യഘട്ടത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണോ അതോ നോട്ടീസ് നൽകി സാവകാശം നൽകിയതിനു ശേഷം ഒരു സമയം പറഞ്ഞായിരിക്കുമോ ചോദ്യം ചെയ്യൽ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഒരുപക്ഷെ നോട്ടീസ് നൽകിയതിനു ശേഷം ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെടാനാണ് സാധ്യത. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പിന്നീട് ദേവസ്വം ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിനുശേഷം മാത്രമേ 2019 ഭരണസമിതിയിലേക്ക് അന്വേഷണം എത്തുകയുള്ളൂ. അതായത് അവരുടെ മൊഴിയെടുക്കുന്നതടക്കം 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം 10ഓളം ദേവസ്വം ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുന്ന ശേഷമേ ഭരണസമിതിയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഇതിന്റെ രാഷ്ട്രീയമായ മാനം അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും അത് സർക്കാരിന് വലിയൊരു വെല്ലുവിളിയായി മാറുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരികയുള്ളൂ. നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഗൂഢാലോചനയാണ് ഇങ്ങനെ 474 ഗ്രാം സ്വർണം കാണാതാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ, ആ ഭരണസമിതിക്ക് ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്തെ ഭരണസമിതി അറിയാതെ അല്ലെങ്കിൽ അവരുടെ പ്രേരണയില്ലാതെ ഇങ്ങനെയൊരു തട്ടിപ്പ് നടക്കില്ല, അതിന് അവസരമുണ്ടാകില്ല. അവിടെ അത്രമാത്രം പരിശോധനകളും അതോടൊപ്പം തന്നെ നിരീക്ഷണങ്ങളും ഉള്ളതാണ്. അവിടെ നിന്ന് ഇങ്ങനൊരു കാര്യം സംഭവിക്കണമെങ്കിൽ പ്രേരണയോ അതല്ലെങ്കിൽ ബോധപൂർവമായ അറിവോ ഉണ്ടായിരിക്കും. അതിലേതാണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാണ് ഈ റിപ്പോർട്ടിലടക്കം പറയുന്നത്. അതുകൊണ്ട് ആ ദിശയിലേക്ക് വിശദമായ അന്വേഷണം നടക്കും. 6 ആഴ്ച സമയപരിധിയാണുള്ളത്. അതിൽ 3 ദിവസം പിന്നിടുന്നു അന്വേഷണം ആരംഭിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന അവ്യക്തതകൾക്ക് ഒരു വ്യക്തത കൈവരും എന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അത് മാത്രമല്ല, നമുക്കറിയാം ഈ CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അവിടെ തീരുന്നില്ല, 1ാം പിണറായി സർക്കാരിന്റെ കാലത്തെ ദേവസ്വം പ്രസിഡന്റാണ് പത്മകുമാർ. പിന്നെ വിജയകുമാർ, ശങ്കർദാസ് ഉൾപ്പെട്ട ബോർഡ് പ്രതിയാകുമ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി കൂടിയാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ കൊമ്പന്മാരുടെ കൂട്ടത്തിലേക്ക് ഇനി ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള വലിയ ചോദ്യം ബാക്കിയാണ്. ഓരോ ദിവസവും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഇന്നലെ കണ്ട വിജിലൻസ് റിപ്പോർട്ടിൽ എണ്ണി പറയുന്നുണ്ട് ഭരണസമിതിയുടെ വീഴ്ചകൾ. അപ്പോൾ ഈ പേരിൽ അവസാനിക്കുമോടാൻ? നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഇപ്പോൾ ഈ എഫ്ഐആറിൽ ഉൾപ്പെട്ടിരിക്കുന്ന 2 എഫ്ഐആറുകളായി പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ അന്വേഷണം നിലവിലെ സാഹചര്യത്തിൽ ഒതുങ്ങാനാണ് സാധ്യത. കാരണം അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ആ സമയത്ത് ദേവസ്വം വകുപ്പിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന മന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടവർക്കോ ഒന്നും ഈ സംഭവവുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന തെളിവുകളൊന്നും, അത്തരത്തിലുള്ള ഒരു തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ദേവസ്വം വിജിലൻസ് നടത്തിയ പരിശോധനയിലോ പ്രത്യേക അന്വേഷണ സംഘത്തിനോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഭരണസമിതിയെ കൃത്യമായി സംശയമുന്നയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2ാമത് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ കൃത്യമായി ഭരണസമിതിയുടെ പേര് മുഴുവൻ എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം തന്നെ വേണ്ടിവരും. എന്തായാലും പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുമ്പോൾ തന്നെ അതിന് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നൊക്കെ മാറി അതിനൊരു രാഷ്ട്രീയ മാനം കൈവരും. അതിനോട് CPM-ന്റെ പ്രതികരണം, സർക്കാരിന്റെ പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ്. ഒരു അന്വേഷണത്തെയും ഭയപ്പെടുന്നില്ല, സുതാര്യമായി തന്നെയാണ് എല്ലാം നടത്തിയിരിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു തരി സ്വർണ്ണമെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തിരികെ വെപ്പിക്കുമെന്ന് ദേവസ്വം മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇന്നലെ ആവർത്തിച്ച് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് താൻ ഉൾപ്പെടുന്ന ഭരണസമിതിക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി ഇന്നലെ കൃത്യമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. അങ്ങനെ വളരെ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ ഈ അന്വേഷണത്തിൽ പൊളിക്കാൻ നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞത് ദേവസ്വം മന്ത്രിയാണ്. ആ വാദങ്ങളൊക്കെ എടുത്ത് എറിയേണ്ട സമയമായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ലെങ്കിൽ ആ വാദത്തിൽ കുഴങ്ങിയതാണോ ഇപ്പോൾ ദേവസ്വം മന്ത്രി? അതായത് 6 ആഴ്ചത്തെ സാവകാശം, 6 ആഴ്ച എന്ന് പറയുമ്പോൾ 1.5 മാസം. ഈ 1.5 മാസത്തിനപ്പുറം ഈ അന്വേഷണ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അതുവരെ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കൊക്കെ അടിസ്ഥാനമുണ്ടാവുകയുള്ളൂ. സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടാണ് അവർ തയ്യാറാക്കുന്നത്. ആ റിപ്പോർട്ടായിരിക്കും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെയും അതോടൊപ്പം ഭരണപക്ഷത്തിന്റെയും രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുക. കാരണം
വിശ്വാസവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണിത്. ഒരിക്കൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച ഒരു നിലപാടിന്റെ പേരിൽ വലിയ വില കൊടുക്കേണ്ടി വന്നതാണ്. ആ തിക്താനുഭവത്തിൽ നിന്നാണ് പിന്നീട് ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് വിശ്വാസികളെ ചേർത്ത് നിർത്തുക സർക്കാരിനൊപ്പം എന്നൊരു നിലപാടിലേക്ക് ഇടതു സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതും. അതിനിടയിലാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായ ഒരു വിവാദം തലവെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വളരെ കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് സർക്കാർ നോക്കിക്കാണുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വകുപ്പുമായി ബന്ധപ്പെട്ടോ ഉള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിയാതിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ സർക്കാരിന്റെ ആത്മവിശ്വാസം വർദ്ധിക്കും. മറിച്ച് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നതെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പൊല്ലാപ്പുകൾ ഞാൻ പറയേണ്ടതില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് 1 മാസം അല്ലെങ്കിൽ 2 മാസം മാത്രം, 2 മാസത്തിനകത്ത് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കേരളം. അതിനിടയിലാണ് ഇങ്ങനെയൊരു വലിയ വിവാദം തലപൊക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ നിർണായകമാണ്. അവിടെ 6 ആഴ്ചക്കകം നമുക്കറിയാൻ കഴിയും എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നതെന്ന കാര്യം. കാരണം മാധ്യമങ്ങളോടക്കം സംസാരിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമുക്ക് കൃത്യമായി സ്ഥിരീകരിച്ചെടുക്കുന്നതിൽ ചില പരിമിതികൾ ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതാണ് വസ്തുത.